അങ്ങനെ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പം നല്ല കുഞ്ഞുമണിയും കുത്തരിച്ചോറിട്ട് കൊടുക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ചെറുപ്പകാലമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് അറിയുന്നുമില്ലല്ലോ, അത് ആസ്വദിക്കാനായിട്ട്. ആ കുഞ്ഞു മനസ്സുകൾക്ക് അറിയുമോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷം ചെറുപ്പകാലമാണെന്ന്? അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് വേണം കേട്ടോ ഇനിയൊക്കെ മക്കളെ വളർത്താനായിട്ട്. അപ്പോൾ ചോറ് ഒരുപാട് വേണ്ട, കറികൾ ധാരാളം മതി എന്നാണ്. അപ്പം നല്ല നാടൻ കോഴിമുട്ട വറുത്തത് എടുക്കാം. നാടൻ കോഴിമുട്ട നല്ല സബോളയൊക്കെ നിറയെ ഇട്ടിട്ട് അങ്ങനെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നാടൻ കോഴിമുട്ട വറുത്തത്. നല്ല കുഞ്ഞങ്കാന്താരി ഉണ്ടല്ലോ, കുഞ്ഞങ്കാന്താരിയും ചെറിയുള്ളിയും പുളിയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതുണ്ടോ കാന്താരി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇത് മാത്രം മതി അല്ലേ ഒരു ചോറ് കഴിക്കാനായിട്ട്. അതിനകത്തേക്ക് ഇറ്റ് വിഴുന്ന ആ വെളിച്ചെണ്ണയുടെ തുള്ളി കണ്ടോ, ഇതാ. പിന്നെ നല്ല മത്തി വറുത്തതുണ്ട് കേട്ടോ, കുരുമുളകൊക്കെ ചേർത്ത് നല്ല മത്തി, നല്ല വലിപ്പമുള്ള മത്തിയായിരുന്നു. അപ്പം മത്തി വറുത്തതുണ്ട്. ഇനി നല്ല ചീരത്തോരനുണ്ട്. പച്ചച്ചീരയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ്. അങ്ങനെ ചീരത്തോരൻ വെച്ചു. ഇനി നമുക്ക് വെക്കേണ്ടത് എന്താണെന്നറിയാവോ, ഒഴിച്ചു കൂട്ടാനുള്ള കറികൾ. അത് 2 ടിന്നിനകത്താക്കാമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴും എല്ലാവർക്കും വേണം. പിന്നെ ഈ ചോറിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് അങ്ങോട്ട് ഇടുമ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പൊതി കെട്ടിയിട്ട് നമുക്ക് ടിന്നിനകത്താക്കാം. നമുക്ക് ഒഴിച്ചു കൂട്ടാനുള്ള കറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല മല്ലിയിലയും ഒക്കെ ഇട്ട് തക്കാളി രസം ഉണ്ടോ. പിന്നെ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാർ വെച്ച് വെണ്ടയ്ക്കകത്ത് ഉണക്കിയിട്ടിട്ട് നല്ല കുറുകയുള്ള സാമ്പാർ. അപ്പോൾ സാമ്പാർ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു രാവിലെ. അപ്പോൾ രാവിലെ തന്നെ ആ പണിയൊക്കെ ചെയ്തപ്പം നമുക്ക് ചോറിന് കൊടുത്തു വിടാനുമായി. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം വരെ, ഇനി നാളെ ഉണ്ടെങ്കിലും കൂടെ എടുത്തു വെച്ചാൽ പോലും നല്ല കുറുകുറാന്നുള്ള വറുത്തരച്ച സാമ്പാർ ഉണ്ടോ, ബീൻസൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നല്ല സാമ്പാറുണ്ട്. പിന്നെ രസമുണ്ട്. ഇന്ന് അച്ചു എൻ്റെ പുറകിൽ നിന്ന് പുറുപുറുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാന്നറിയാം, അച്ചുവിന് ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ചുവിനെ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ട് വന്നതാണ് ഞാൻ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ്, പൊതികെട്ട രസവും സാമ്പാറും കൊടുത്തയക്കാം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിനകത്തുള്ളതെന്ന് ഒന്ന് നോക്കിയാലോ. മുട്ട വറുത്തത്, കാന്താരി ചമ്മന്തി, മത്തി വറുത്തത്, ചീരത്തോരൻ, രസം, സാമ്പാർ. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ. അപ്പോൾ ചോറ് പൊതിഞ്ഞ് കൊടുത്തുവിട്ട സമയം ഒത്തിരി വൈകുമല്ലേ. അപ്പോൾ ഈ ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു വിടുമ്പോഴേ, ഞാനിങ്ങടെ ഒരു വീട്ടിലെ പ്രശ്നം തീർക്കാൻ ചെന്നപ്പം അവർ പറയുകയാണ്, രാവിലെ ചേച്ചി ഞാൻ ഈ ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി എല്ലാവർക്കും കൊടുത്തൊക്കെ വിടുന്നുണ്ട്, എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണമല്ലോ, നന്നായിട്ടുണ്ടെന്നൊന്ന് പറയണമല്ലോ. അപ്പോൾ അതൊന്നും മറക്കണ്ട. മക്കളായാലും ഭർത്താവായാലും ബ്രദറായാലും ആരായാലും പൊതിച്ചോറ് വാങ്ങുമ്പോൾ അവരോടൊരു സന്തോഷം പറയുന്നേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.